മൊബൈലിൽ ചാർജ് തീരുവിച്ച് തന്നെ. പോലീസേ പോലീസേ ഇങ്ങോട്ട് നോക്കേ, ഇവിടെ നോക്കേ, നോക്ക് കയ്യിലുണ്ടോ? കുഞ്ഞനെ പിന്നെ വെക്കാം, അതങ്ങ് ഇരുന്നോട്ട്. പോലീസേ അപ്പൊ തൊപ്പി പോക്കറ്റുണ്ടോ? റോഷനെ പോലീസ് തോക്കാകത്തിട്ടുണ്ടേ. ഇപ്പൊ ഷൂട്ട് ചെയ്യല്ലേ, അത് ഇതാ കേസാവും. ഡ്യൂട്ടി ടൈമില് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഹലോ നാട്ടുകാരെ, വീട്ടുകാരെ, കൂട്ടുകാരെ, പ്രവാസി സുഹൃത്തുക്കളെ, എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. അപ്പം എല്ലാവരും പല രീതിയിലായിരിക്കും, പല രൂപത്തിലായിരിക്കും സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ പങ്കെടുക്കുന്നത്, പതാകകൾ ഉയർത്തുന്നത്. അതായത് ക്ലബ്ബ് വഴി അല്ലെങ്കിൽ പല ഗ്രൂപ്പ് രീതിയിൽ ഒക്കെ ആയിരിക്കുമല്ലോ ഓരോരുത്തർ പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ പങ്കെടുക്കുന്നത്, സേവനങ്ങളൊക്കെ ചെയ്ത് അതുപോലെ പൊതുപ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് അങ്ങനെയൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇന്ന് സ്കൂളിലാട്ടോ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ പങ്കെടുക്കുന്നത്. ഇപ്പോൾ കുഞ്ഞിൻ്റെ സ്കൂളിൽ ഇന്ന് പതാക ഉയർത്തലുണ്ട്, അതുപോലെ പൊതു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ സ്കൂളിലെ കുഞ്ഞുങ്ങളെല്ലാവർക്കും പല രൂപത്തിൽ പല വേഷങ്ങൾ കെട്ടണം, ഓരോരുത്തർക്കും ഓരോ വേഷങ്ങൾ കെട്ടണം. അപ്പം അങ്ങനെയാണ്. അപ്പം നമ്മുടെ ചെറുക്കനെ പോലീസ് വേഷമാണ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയ ക്രമീകരണങ്ങൾ ചെയ്തു. ഡ്രസ്സ് റെഡിമെയ്ഡ് കിട്ടാൻ പാടായിരുന്നു. പിന്നെ ഡ്രസ്സ് യൂണിഫോം ഒക്കെ തയ്ക്കേണ്ടിയായിട്ട് വന്ന് തയ്പ്പിച്ച് അങ്ങനെ ഇട്ട് എന്തായാലും സെറ്റായി, ഒരുവിധം സെറ്റായി. അങ്ങനെ നമ്മൾ നേരെ സ്കൂളിലോട്ട് പോകണം. സ്കൂൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവിടെ തന്നെ കവിയൂര് തന്നെയാണ്. കവിയൂര് കണിയാമ്പാറ ജംഗ്ഷനിൽ നിന്നും കുന്നന്താനം പോകുന്ന റൂട്ടിൽ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ കഷ്ടിച്ചേ ഉള്ളൂ മർത്തോമയുടെ സ്കൂള്. അപ്പോൾ നേരെ സ്കൂളിലോട്ട് പോകാം, സ്കൂളിൽ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ സ്കൂളിൻ്റെ മെയിൻ എൻട്രൻസ്. ഈ കവാടം കഴിഞ്ഞാൽ അകത്ത് കയറി കഴിഞ്ഞാൽ പൊതുവെ ശാന്തമായ ഒരു ഏരിയ കേട്ടോ, ശാന്തമായത്. മറ്റുള്ള സ്കൂളിലെ അപേക്ഷിച്ച് അതായത് മറ്റ് ബിൽഡിങ്ങുകളും അല്ലെങ്കിൽ വാഹനങ്ങളുടെ തിരക്കുകളും സൗണ്ടും അങ്ങനെയൊന്നുമില്ല. എല്ലാം ശാന്തമായ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്കൂൾ കോമ്പൗണ്ടാണ്. അടുത്ത ഏരിയ വേറെ ബിൽഡിങ് വേറെകളൊന്നുമില്ല. അങ്ങനെ ശാന്തമായ ഒരു ഏരിയ തന്നെ കേട്ടോ നമ്മുടെ സ്കൂളിൻ്റെ പരിസരം എന്ന് പറഞ്ഞാൽ. ഫ്ലാഗ് ഓഫ് കഴിഞ്ഞു കേട്ടോ, അതായത് നമ്മൾ ഒരു 10 മിനിറ്റ് ലേറ്റായിട്ടു. അങ്ങനെ ഫ്ലാഗ് ഓഫ് കഴിഞ്ഞു. ഇപ്പോൾ ഇതാണ് സ്കൂളിൻ്റെ ബിൽഡിങ്, ഇതാണ് അതിൻ്റെ പാർക്കിംഗ് ഏരിയ, ഗ്രൗണ്ട്, അങ്ങനെയൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. നേരെ നമ്മൾ ബാക്കിലാണ് എൻ്റെ ഓഡിറ്റോറിയം, അവിടെയാണ് പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഓഡിറ്റോറിയത്തിലോട്ട് പോകാം കേട്ടോ. ഇത് കാണുമ്പം തന്നെ അറിയാമല്ലോ ബിൽഡിങ്, അതിൻ്റെ ഭംഗി, പ്രകൃതിയുമായിട്ട് നല്ല രസം കേട്ടോ. നല്ലൊരു പ്രത്യേകതയുണ്ട് കാണാൻ. ഒരു ചെറിയ ചാറ്റപ്പടിയുണ്ട്, നമ്മൾ വരുമ്പോൾ നല്ല ചാറ്റപ്പടിയുണ്ട്. ആകാശം ഒരു മേഘാവൃതമായിരിക്കുന്നുണ്ട്. ശാലൂടെ കാണാൻ ഭംഗി കൂടുതൽ തന്നെയുണ്ട് കേട്ടോ. ആ പച്ചപ്പും ആകാശവും ആ ബിൽഡിങ്ങും എല്ലാം കൂടെ ആകുമ്പോൾ തന്നെ കാണാനൊരു ഭംഗിയുണ്ട്. അതേപോലെ ഈ കാണുന്ന ഇവിടുത്തെ ഗ്രൗണ്ടാട്ടോ, കുട്ടികൾ കളിക്കുകയും അവരുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ ഈ ഗ്രൗണ്ടിലാട്ടോ. നമുക്ക് നേരെ ഓഡിറ്റോറിയത്തിൽ പോട്ടോ. I want a day off so that I can go and spend my time in the school. Now the president kind enough to tell Rajendra that you take my helicopter and go in full military regalia. So, a citizen and an Indian, he is a person who loves humanity, and the urge all of us to do. So. Nobody could be anyone's slave, and no charters. There were laws which achieved equality and freedom into this incredible India. Oh, did I take too much of your time? Brothers and my sisters, and I am
proud of its rich and varied heritage. I shall always try to be worthy of it. I shall give my parents, teachers, and all elders respect and treat everyone with courtesy. To my country and my people, I pledge my devotion. In their well-being, prosperity alone lies my happiness. Jai Hind. അങ്ങനെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ അർപ്പിച്ചുകൊള്ളുന്നു. അതിനുപരി എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും സ്വാതന്ത്ര്യദിന ആശംസകൾ അറിയിച്ചുകൊള്ളുന്നു. ഓക്കെ, ബായ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും വണക്കം, നമസ്കാരം, ബായ്.